ഒരു സംവരണ സീറ്റുകളുടെ കാര്യമാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എംപിമാർ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലെ നടന്ന ചർച്ചയിലും അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? ഇന്നലെ നടന്ന ചർച്ചയിൽ ഒരു കാരണവശാലും ഈ എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തുടക്കം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ആ തരത്തിലുള്ളൊരു നിർദ്ദേശം KPCC കൊടുക്കുന്നില്ല. ഇതൊരു അന്തിമഘട്ടത്തിൽ മാത്രമായിരിക്കും ആ തരത്തിലുള്ളൊരു നിർദ്ദേശം ഉണ്ടാകുക. അത് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഒരു തീരുമാനമെടുത്ത് കേരളത്തിലേക്ക് അറിയിക്കുകയായിരിക്കും. അല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കേരള നേതൃത്വത്തെ കൊണ്ട് ആ തരത്തിലുള്ളൊരു സംഭാഷണം നടത്താൻ അല്ലെങ്കിൽ ചർച്ച നടത്താൻ കേരള നേതൃത്വവും സമ്മതിക്കുന്നില്ല. ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള ചർച്ച ഉണ്ടാക്കുവാൻ ഹൈക്കമാൻഡും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രമല്ല ഹൈക്കമാൻഡ് ഇന്നലെ കർശനമായ ഒരു നിർദ്ദേശം കൊടുത്തത് ചെറു ഗ്രൂപ്പുകളെ കൂടെ നിർത്തണം എന്നുള്ളത് തന്നെയാണ്. കാര്യം 16 സീറ്റുകളാണ് സംവരണ സീറ്റുകളുള്ളത്, 14 പട്ടികജാതി സീറ്റുകളും 2 പട്ടികവർഗ സീറ്റുകളുമാണുള്ളത്. ഇതിൽ മൊത്തത്തിൽ ഈ 16 സീറ്റുകളിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉയർത്തുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദളിതർ തുടങ്ങിയ ആളുകളെ ഒരു ചേർത്ത് നിൽക്കുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ ആ തരത്തിലുള്ള രാഷ്ട്രീയം ദേശീയതലത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴും സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിന് ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു UDF പുറമെ ഈ UDF സ്ഥാനാർത്ഥികളായി വരുന്നവർ അല്ലെങ്കിൽ ഈ സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവരെ ഒരു UDF പിന്തുണയോടുള്ള സ്വതന്ത്രർ തുടങ്ങിയവരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മുന്നോട്ട് പോകുന്നത്. ഏതായാലും 16 ഈ സംവരണ മണ്ഡലങ്ങളിൽ വളരെയധികം അതിൽ ഭൂരിപക്ഷവും ഇത്തവണ UDF വിജയിച്ചു വരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്.